എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയായുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ സംശയവും അതിന് ഈശോ കൊടുക്കുന്ന മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ മുഖ്യ പ്രമേയം. യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് ഏലിയായും മോശയും യേശുവിന് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാർ തങ്ങളുടെ സംശയം യേശുവിനോട് ചോദിക്കുന്നത്. ഇവിടെ നമുക്കും ഒരു സംശയമുണ്ടാകാം, എന്താണ് യേശുവും ഏലിയായും തമ്മിലുള്ള ബന്ധം? പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും രക്ഷയെക്കുറിച്ചും ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ചും ഒക്കെ പ്രവചിക്കുന്നുണ്ട്. അതിൽ യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കുറച്ചും കൂടെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവചിക്കുന്നു. യേശുവിന്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും തന്റെ 53-ാമത്തെ അധ്യായത്തിലും യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യെശയ്യായാണ് ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടും ഈ യെശയ്യായെ മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് ഏലിയ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്? ഇതിന് രണ്ടുത്തരങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഒന്നാമതായിട്ട്, ഏലിയായെ പ്രവാചകന്മാരിൽ പ്രധാനിയും ശക്തനുമായിട്ട് യഹൂദർ വിശ്വസിച്ചിരുന്നു. യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് ഏലിയ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവചനങ്ങളും ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ്. രണ്ടാമതായി, ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുന്നോടിയായിട്ട് ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് മലാക്കി പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. കർത്താവിന്റെ മഹത്വം ഭീതി നിറഞ്ഞതുമായ ദിനങ്ങൾ വന്നു ചേരുന്നതിന് മുമ്പ് ഏലിയായെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. പഴയ നിയമം അവസാനിക്കുന്നത് മലാക്കി പ്രവാചകന്റെ ഈ വാക്കിലൂടെയാണ്. അതുകൊണ്ട് യഹൂദർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ക്രിസ്തുവിന് മുൻപ് ഏലിയ വീണ്ടും വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അറിയാതെയാണെങ്കിലും ചിലർ സ്നാപയോഹന്നാൻ ഏലിയായാണെന്ന് പറഞ്ഞത്. യേശുവിന്റെ മരണനേരത്ത് ഇവൻ ഏലിയായെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർ ഈശോയെ പരിഹസിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളിൽ പലരും യേശു തന്നെയാണ് ഏലിയ എന്നും വിശ്വസിച്ചിരുന്നതായി വായിക്കുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ടാണ് ശിഷ്യർ ഏലിയായെ പറ്റി ഈശോയോട് ചോദിക്കുന്നത്. ഈശോയുടെ ഉത്തരം ഏലിയ വന്നു കഴിഞ്ഞു എന്നാണ്. ഇനി ആരാണ് ഈശോ പറയുന്ന ഈ ഏലിയ? മറ്റാരുമല്ല, സ്നാപക യോഹന്നാൻ തന്നെയാണ്. കാരണം ഒന്നാമതായി യേശു തന്നെ സ്നാപക യോഹന്നാനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന ഏലിയ എന്ന്. രണ്ടാമതായിട്ട്, ഏലിയായുടെ രണ്ടാമത്തെ വരവിലുള്ള ദൗത്യവും സ്നാപക യോഹന്നാന്റെ ദൗത്യവും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏലിയായുടെ രണ്ടാം വരവിലുള്ള ദൗത്യം എന്താണെന്ന് മലാക്കി പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നിറയ്ക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുമെന്ന്. ഹൃദയങ്ങൾ തമ്മിൽ കൈമാറുന്ന ഒരു ദൗത്യമല്ല ഇത്, മാനസാന്തരത്തിന്റെ ഒരു ദൗത്യമാണ്. ഇതേ ദൗത്യം തന്നെ സ്നാപയോഹന്നാന്റെ പ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്നാപകയോഹന്നാൻ തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തു യേശുവാണെന്നും ഈ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന രണ്ടാം ഏലിയ സ്നാപക യോഹന്നാനാണെന്നും. ഇനി സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്നാമതായിട്ട്, രൂപാന്തരീകരണം കഴിഞ്ഞ് ശിഷ്യന്മാരോടൊപ്പം മലയിറങ്ങി വരുന്ന ഈശോ ശിഷ്യന്മാരെ ശാസിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുതെന്ന്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ദൈവികത കൂടുതൽ അനുഭവിച്ച, ക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തപ്പെട്ട ഒരു വലിയ അനുഭവം. ഇത് പ്രഘോഷിക്കാൻ പാടില്ല എന്നാണ് ഈശോ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില സന്തോഷങ്ങൾ നിറഞ്ഞ അവസരങ്ങൾക്കൊക്കെ ദൈവം തടയിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ചില കാര്യങ്ങളോടൊക്കെ ദൈവം തന്നെ നോ പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന സഫലമാകാത്തത്, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ദൈവം തന്നെ തടസ്സമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മറ്റൊന്നിനുമല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നില്ലേ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനു വേണ്ടിയാണെന്ന്. ആ വചനത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. രണ്ടാമതായിട്ട്, സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളും മറ്റൊരു ഏലിയ പ്രവാചകന്മാരാകേണ്ടതാണെന്നാണ്. ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് അവന് വഴിയൊരുക്കാനായിട്ട് ഏലിയ വീണ്ടും അവതരിച്ചു. ഇനി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് നമ്മൾ ഓരോരുത്തരുമാണ് ഏലിയായുടെ ദൗത്യം ഏറ്റെടുക്കേണ്ടത്.
ക്രിസ്തുവിന് വേണ്ടി വീണ്ടും വഴിയൊരുക്കുക. അത് മറ്റൊന്നിൻ്റെയുമല്ല, മാനസാന്തരത്തിൻ്റെ വഴിയാണ്. സ്വയം മാനസാന്തരപ്പെടുക, അതിലൂടെ നമ്മുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിലുണ്ടാകാവുന്ന തടസ്സങ്ങളൊക്കെ ദൈവിക പദ്ധതിക്കായിട്ട് നിരുപാധികം വിട്ടുകൊടുത്തുകൊണ്ടും ക്രിസ്തുവിൻ്റെ വരവിനായി സ്വയം മാനസാന്തരപ്പെടുകയും മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടും നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യപ്പെടാനും മക്കളായ നമ്മുടെ ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരം ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.